എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് KGTE ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് അതിൽ നിന്നും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി 2013 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 15 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീരീസിലെ ഏതെങ്കിലും വീഡിയോ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏരിയാസ് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സീരീസ് എല്ലാവരും വിജയിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിബൺ ടൂൾ ബാർ ഈസ് യൂസ്ഡ് ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ്. ഈ റിബൺ ടൂൾ ബാർ മൈക്രോസോഫ്റ്റ് വേർഡിലെ റിബൺ ടൂൾ ബാർ ഏതിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ് 2007 വന്നിട്ടുള്ള ഒരു പുതിയ ഫീച്ചറാണ് റിബൺ ടൂൾ ബാർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ കറക്റ്റ് സ്റ്റെപ്പ് ഓഫ് കമാൻഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റെപ്പ് ഓഫ് കമാൻഡ് ടു ഓപ്പൺ മെയിൽ മെർജ്. Which one is the correct step of command in the following step of command to open mail merge? ഒരു മെയിൽ മെർജ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ടൂൾസ്, ലെറ്റേഴ്സ് ആൻഡ് മെയിൽ മെർജ്. ടൂൾസ്, ലെറ്റേഴ്സ് ആൻഡ് മെയിൽ മെർജ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ റീഡുവിൻ്റെ ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഷോർട്ട് കട്ട് കീ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ഷോർട്ട് കട്ട് കീ എങ്കിലും മിനിമം ചോദിച്ചിരിക്കും. ആൻസർ Ctrl+Y ആണ് റീഡുവിൻ്റെ ഷോർട്ട് കട്ട് കീ. അപ്പോൾ അൺഡുവിൻ്റെ ഷോർട്ട് കട്ട് കീ എന്തായിരിക്കും എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, വി ക്യാൻ ചേഞ്ച് എ ടെക്സ്റ്റ് ഡിറക്ഷൻ ബൈ ക്ലിക്കിംഗ്. ടെക്സ്റ്റ് ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഫോർമാറ്റ് ടെക്സ്റ്റ് ഡിറക്ഷൻ. ഫോർമാറ്റിൽ ടെക്സ്റ്റ് ഡിറക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഡിറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ഹാപ്പൻ വെൻ വി പ്രസ് Ctrl+Backspace. Ctrl+Backspace ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡിലീറ്റ് എ വേർഡ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കേഴ്സർ. അതായത് കേഴ്സറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വേർഡ് ഡിലീറ്റ് ആവും Ctrl+Backspace പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്രോൾ ബാർസ് ഇൻ ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് വിൻഡോ. മൈക്രോസോഫ്റ്റ് ഓഫീസ് വിൻഡോയിൽ എത്ര സ്ക്രോൾ ബാർസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 2 ആണ്. 2 സ്ക്രോൾ ബാർസാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് വിൻഡോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് വിൻഡോയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ക്രോൾ ബാർസ് 2 എണ്ണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫോൾട്ട് ടോപ്പ് മാർജിൻ ഓഫ് എ വേർഡ് ഡോക്യുമെൻറ്റ് ഇൻ 2003. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 2013 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ടാണ് വേർഡ് 2003 ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന എക്സാമിൽ സിലബസ് തന്നിട്ടുള്ളത് വേർഡും എക്സലും പവർ പോയിൻ്റൊക്കെ 2007 വേർഷനാണ് പറയുന്നത്. പക്ഷേ ഇതിൽ 2003 കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, PSCൻ്റെ കാര്യം ആയതുകൊണ്ട് 2003 ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ആൻസർ 1 ഇഞ്ച് ആണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെത്തേഡ് ടു സെലക്ട് എ വേർഡ് ഇൻ ദ വേർഡ് ഡോക്യുമെൻറ്റ്. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ വേർഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡബിൾ ക്ലിക്ക് എനിവേർ ഇൻ ദ വേർഡ്. ആ ഒരു വേർഡിൽ എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേർഡ് സെലക്ട് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ പേസ്റ്റിംഗ് എ ടെക്സ്റ്റ് ഇൻ ദ വേർഡ് ഡോക്യുമെൻറ്റ്. ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ctrl+V ആണ്. കോപ്പി, ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ ടെക്സ്റ്റിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+C. പിന്നെ അതുപോലെ തന്നെ ഒരു ടെക്സ്റ്റിനെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+P ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻസേർട്ട് ബ്രേക്ക് പേജ് ബ്രേക്ക് ഈസ് യൂസ്ഡ് ടു. അപ്പോൾ ഇതിൽ ഇൻസേർട്ട് ബ്രേക്ക് പേജ് ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ റിസൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസേർട്ട് എ ബ്രേക്ക് ഇൻ എ പേജ്. ഒരു പേജിൽ ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മാർജിൻ ഓപ്ഷൻസ് ഇൻ വേർഡ് 2003. വേർഡ് 2003 എത്ര മാർജിൻ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്? 5.
ഇതും വേർഡ് 2003 ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വേർഡ് 2003 കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചു വെക്കുക. ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്ഷൻ ഓഫ് ലൈൻ സ്പേസിംഗ് ഇൻ വേർഡ് 2003. അപ്പോൾ ഇത് 2003 2007 എല്ലാത്തിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ ട്രിപ്പിളാണ്. ട്രിപ്പിൾ എന്ന് പറയുന്ന ഒരു ലൈൻ സ്പേസിങ് അവൈലബിൾ അല്ല. ഡബിള്, മൾട്ടിപ്പിള്, സിംഗിള് തുടങ്ങിയവയ്ക്കാണ് ലൈൻ സ്പേസിങ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഷോർട്ട് കട്ട് കീസ് Ctrl+Alt+F ആർ യൂസ് ടു. Ctrl+Alt+F എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇൻസേർട്ട് എ ഫുട് നോട്ട്. ഒരു ഫുട് നോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+Alt+F എന്നുള്ള ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓപ്ഷൻ ക്യാൻ ടേക്ക് ഫ്രം വിച്ച് മെനു. ഫൈൻഡ് ഓപ്ഷൻ ഏത് മെനുവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? എഡിറ്റ് മെനുവിൽ നിന്നാണ് ഫൈൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, Ctrl+S ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സേവ് എ ഡോക്യുമെൻറ്റ്. വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ സേവ് ആസ്? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. Ctrl+S എന്നുള്ളത് ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. എങ്കിൽ സേവ് ആസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ F12 ആണ്. സേവും സേവ് ആസും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. സേവ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സേവ് ആസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ ഒരു ഡോക്യുമെൻറ്റ് വേറൊരു എക്സ്റ്റൻഷനിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ലൊക്കേഷനിലേക്കോ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ സേവ് ആസ് എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിനെ വേറൊരു ഫോർമാറ്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഫോൾഡറിലേക്ക് ലൊക്കേഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സേവ് ആസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 15 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.